കഴിഞ്ഞ ദിവസേ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ട് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി കേട്ടോ. നമ്മുടെ മറ്റേ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ജാമിദ എന്ന് പറയുന്ന ആ കൂതറ സാധനം ഉണ്ടല്ലോ, ലെവൽ തലയിൽ കൂടെ ഒക്കെ തട്ടൊക്കെ ഇട്ട് നല്ല അതവും ഗുരുത്വത്തിലൊക്കെ വന്നിരുന്നുകൊണ്ട് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഹെഡ്ലൈൻ ഇങ്ങനെയാണ് കേട്ടോ: കൊന്നാലും ഞാൻ പിന്മാറില്ല, സമയമാകുമ്പോൾ തെളിവുകൾ പുറത്തുവിടും, ജാമിദ ടീച്ചർ. എന്തിന്റെ ടീച്ചറാണാവോ ഇവള്? ഇവള് വല്ല സ്കൂളിൽ വല്ലതും പഠിപ്പിക്കുന്നതാണോ? പണ്ടെങ്ങാണ്ട് ഏതോ മദ്രസയിലൊക്കെ പഠിപ്പിച്ചെന്നൊക്കെയാണ് കേൾക്കണത്. എന്തായാലും നമ്മുടെ അറിവിൽ ലെവൽ ടീച്ചറൊന്നും അല്ല, ഒരു ഒന്നാം തരം പച്ച വർഗീയത പറയുന്ന, അവസരത്തിനൊത്ത് കാല് വാരുന്ന, എവിടെയും നക്കി വെളുപ്പിക്കുന്ന ഒരു ഒന്നാം തരം കൂതറ സാധനം. ഈ സാധനത്തിൻ്റെ ഒരു വീഡിയോ കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. പ്രത്യേകിച്ച് ഇവളുടെ ഒരു ഇരിപ്പൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തന്നെ വല്ലാത്തൊരു സങ്കടം തോന്നിപ്പോയി. കാരണം ഗതികേടൊന്നും ആലോചിച്ച് നോക്കിയേ, ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെ നക്കി വെളുപ്പിച്ചിട്ട് വേണം ഇവർക്കൊക്കെ ജീവിക്കാൻ. ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. ആ മരിക്കുമ്പോഴത്തേക്ക് നല്ല അന്തസ്സോടു കൂടി എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് മരിക്കുക, അതാണ് നല്ലത്. ആ വള്ളത്തിലും ഈ വള്ളത്തിലും കൂടെ ചവിട്ടിക്കഴിഞ്ഞാൽ, ഈ വള്ളം രണ്ടും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ? അതുപോലത്തെ അവസ്ഥയായി പോകും. എന്താ ലെവലുടെ ആ വീഡിയോ ഏതാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കൊന്ന് കേൾക്കാം. എപ്പോഴാണ് തീരാന്നറിയില്ല. ആരൊക്കെയോ കത്തിത്തേക്കുന്ന ശബ്ദം എൻ്റെ ചെവിയിലുണ്ട്. ഞാൻ ജനം ടി വി ആയതുകൊണ്ട് മാത്രമാണ് ഡേറ്റ് തന്നത്. അതല്ലെങ്കിൽ ഞാൻ ആർക്കും ഇന്റർവ്യൂ. മുജാഹിദ് പണ്ഡിത, അവരെ ഞാൻ ധാരാളം വിമർശിച്ചിട്ടുണ്ട്. അവർ പറയാണ്, നമ്മുടെ ഒരു പെണ്ണിനെ ഒരു പുരുഷൻ കാണുമ്പോഴേക്ക് അവനിലെ ടെസ്റ്റോസ്റ്റിറോൺ ഉണർന്ന് പ്രവർത്തിക്കും. അപ്പോൾ ഹൈപ്പോതലാമസ് ഉദ്ദീപിപ്പിക്കപ്പെടും. അപ്പോൾ അവനിലെ സെക്സ് ഹോർമോൺ വളരെ ഹൈയിലെത്തി നിൽക്കും. അപ്പോഴാണ് അവന് പെണ്ണിനെ കയറി പിടിക്കാൻ ടെൻഡൻസി ഉണ്ടാകുന്നത് എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അപ്പൊ അത് പെണ്ണിന്റെ പ്രശ്നമാണെന്നാണ്. മലൻ ടി വി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഇന്റർവ്യൂ തരുന്നത്. വേറെ ആര് ചോദിച്ചാലും ഞാൻ കൊടുക്കത്തില്ലെന്ന് പറയാം. വേറെ ആരെങ്കിലും വിളിക്കണ്ടേ? ഈ അമേദ്യത്തെ വിളിക്കണ്ടേ? ചേരേണ്ടതല്ലേ ചേരത്തുള്ളൂ. ബാക്കി കേട്ടോ. പ്രശ്നമാണ്, അതല്ലെങ്കിൽ ഹോർമോണിന്റെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഈ സ്ത്രീയോട് ഞാൻ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കോൾ അവരെടുത്തില്ല. അപ്പോൾ ഈ ഹോർമോൺ ഇവരുടെ പിതാവിനില്ലേ? അല്ലേ? ഇവരുടെ ആൺമക്കൾക്കില്ലേ? ഇവരുടെ സഹോദരങ്ങൾക്കില്ലേ? അതെന്താ അവർക്ക് ഇത് റിലേഷൻഷിപ്പൊക്കെ അറിയാമോ ഹോർമോണിന്? അതായത് ഈ സ്ത്രീ മുറ്റമടിക്കുമ്പോൾ പോലും ഈ സ്ത്രീയുടെ നൈറ്റി ഒന്ന് താഴുന്നു എന്ന് നോക്കിയിരിക്കാൻ വീട്ടിനകത്തുണ്ട് ഈ ഹോർമോൺ ചേഞ്ചുള്ള ആൾക്കാരെ. അപ്പോൾ ആരുടെ ഹോർമോണിൽ നിന്നാണ് സ്ത്രീക്ക് സംരക്ഷണം വേണ്ടത്? മുസ്ലിങ്ങളുടെ ഹോർമോണിൽ നിന്നാണ്. ഈ മുസ്ലിം പുരുഷന്മാരുടെ ചിന്താഗതിയാണ് മാറേണ്ടത്. ഇവർ വിചാരിക്കുന്നത് കണ്ണിലാണ് സെക്സ് ഹോർമോൺ ഇരിക്കുന്നത് എന്നാണ്. അല്ല, ഇവരുടെ കാഴ്ചപ്പാടും ബ്രെയിനുമാണ് ഈ പ്രശ്നം വരുന്നത്. ആ ന്യൂറോൺ സിസ്റ്റത്തെ കുറിച്ച് അറിയണമെങ്കിൽ ഇവർ ഭൗതിക വിദ്യാഭ്യാസം നേടണം. ഈ മതത്തിന്റെ കെട്ടുപാടുകളിൽ വരിഞ്ഞു മുറുക്കി എനിക്ക് വിഷമം തോന്നും പല സന്ദർഭങ്ങളിലും. ഇല്ല, മർക്കസിന്റെ ഒക്കെ സമ്മേളനം വരുന്ന സമയത്ത് ഈ തൊപ്പിയും ഇട്ടിട്ട് ആയിരക്കണക്കിന് കുട്ടികളാണ് ഇതിന്റെ പിന്നിൽ പോയിട്ട്. ഇവർക്കൊക്കെ സ്കൂൾ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുവാണ്. ഇവരാകെ പഠിക്കുന്നത് ഈ 6-ാം നൂറ്റാണ്ടിലെ ഈ കൾട്ട് മാത്രമാണ് ഇവർ പഠിക്കുന്നത്. ഇത് പഠിച്ചിട്ട് ഇവർ സമൂഹത്തിന് എന്ത് സന്ദേശം നൽകാനാ? ഈ പ്രവാചകന്റെ 6-ാം നൂറ്റാണ്ടിലെ യുദ്ധവും കൊള്ളയും ഒക്കെ ന്യായീകരിക്കുക, അതല്ലാതെ ഇവർക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല. അപ്പോഴാണ് ഇതിനൊരു മാറ്റം അനിവാര്യമാണ്. ഇത് തുറന്നാര് പറയും? ആരെങ്കിലും ഒരാൾ ഇത് തുറന്നൊന്നും പറയണ്ടേ? അപ്പൊ ആ പറയുമ്പോൾ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് നമ്മൾ സഹിക്കണം. ഒരു പക്ഷേ മക്കളെ നഷ്ടപ്പെടാം, കുടുംബജീവിതം നഷ്ടപ്പെടാം, സഹോദരങ്ങളെ നഷ്ടപ്പെടാം. അങ്ങനെ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു എണ്ണിയാലൊടുങ്ങാത്ത നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ എൻ്റെ മകൻ ആക്രമിക്കപ്പെട്ടു. മോന് 14 വയസ്സ് കഴിഞ്ഞു, 15ാമത്തെ വയസ്സാണ്. അവനെ ജാക്കി ലിവർ കൊണ്ട് തലക്കടിച്ച് കേൾവി ശക്തി പകുതി നഷ്ടപ്പെട്ട് മൂക്കിൻ്റെ എല്ലൊക്കെ പൊട്ടി കുറച്ച് നാൾ ICUലൊക്കെ. ടീച്ചറോടുള്ള പകയാണ്, എന്നോടുള്ള പകയാണ്. അപ്പോൾ കുട്ടിയോട് ചോദിച്ചത്, നിന്റെ ഉമ്മ എന്തിനാ നിസ്കരിച്ചത് എന്നാ? നിന്റെ ഉമ്മ എന്തിനാ ഇസ്ലാമിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അങ്ങനെയാ ചോദിക്കണം. അപ്പൊ നമുക്ക് വേദനിക്കണമെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേദനിക്കണമെന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ എന്നെ പോലെ ഒരാൾ പിന്മാറുമോ? ഒരിക്കലും ഇല്ല. എന്നെ 2 കഷ്ണമാക്കിയാൽ പോലും എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. ഞാനൊരു പട്ടാളക്കാരൻ്റെ മോളാണ്. എൻ്റെ അച്ഛൻ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ സമർപ്പിക്കാൻ തയ്യാറായതാ. അങ്ങനെ ഒരു അച്ഛൻ്റെ മോളാണ് ഞാൻ. ആ രക്തമാണ് എൻ്റെ സിരകളിൽ ഓടുന്നത്. എന്ത് സംഭവിച്ചിരുന്നാലും ശരി, ഈ അപകടകരമായ ആശയം ഓരോ തവണ ഞാൻ ഇങ്ങനെ ആക്രമിക്കപ്പെടുമ്പോഴും എൻ്റെ കുടുംബം ആക്രമിക്കപ്പെടുമ്പോഴും ഇതിൻ്റെ അപകടം എത്രമാത്രം ഭീകരമാണ് എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്കൊരു ചോയ്സ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഉമ്മച്ചി മരിച്ചത് ഒക്ടോബറിനാണ്. ഒക്ടോബർ 12-ാം തീയതിയാണ് മരിക്കുന്നത്. ഈ സെപ്റ്റംബർ മാസത്തിൽ, ആ സെപ്റ്റംബർ തുടക്കം മുതൽ ഏതാണ്ട് 30 ദിവസത്തോളം എൻ്റെ ഉമ്മച്ചിയെ വിടാതെ ഇവർ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരുന്നു.
മതം വിട്ടിട്ട് പോലും എൻ്റെ ഉമ്മച്ചി എങ്ങും പോയില്ല, എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിൽ നിന്ന് വിലക്കി, പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ പാളയം പള്ളിയിൽ നിന്ന് എൻ്റെ ഉമ്മച്ചി അംഗത്വം വെട്ടിക്കളഞ്ഞു എൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെ ഇവർ ഫണ്ട് റേസ് ചെയ്യുകയാണ്, ഒരു ക്രൗഡ് ഫണ്ടിങ്. ജാമിദായെ ഇല്ലാതാക്കി തരാം, അത് ഫൈനലി ഉറപ്പ്, ഡെഫിനറ്റ്ലി ഞങ്ങളത് ഉറപ്പ് തരാം, ജാമിദ ഇനിയും ശബ്ദിക്കില്ല. കാരണം ഇങ്ങനത്തെ നമ്മുടെ ശിഖരങ്ങൾ ഒടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നിലനിൽപ്പില്ലല്ലോ, ബലമില്ലല്ലോ. അങ്ങനെയാണ് അവരിതൊക്കെ ചെയ്തത്. എൻ്റെ ഇപ്പം ആരിഫൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ട് പല ആളുകളും ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്യില്ല. ഞാൻ ആർക്കും ഡേറ്റും കൊടുക്കാറില്ല. ഞാൻ ജനം TV ആയതുകൊണ്ട് മാത്രമാണ് ഡേറ്റ് തന്നത്, അതല്ലെങ്കിൽ ഞാൻ ആർക്കും ഇൻ്റർവ്യൂ ഇരിക്കില്ല. എന്നാൽ എനിക്ക് ടൈം ഒരുപാട് നഷ്ടപ്പെടും. എപ്പോഴാണ് തീരുക എന്നറിയില്ല. ആരൊക്കെയോ കത്തി തേക്കുന്ന പിന്നെ ശബ്ദം എൻ്റെ ചെവിയിലുണ്ട്. അതുകൊണ്ട് പറഞ്ഞു തീർക്കാനുള്ള വിഷയങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പറഞ്ഞു വെക്കുക. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് അത് ഉപയോഗപ്രദമാകട്ടെ എന്ന് മാത്രമേ. ഇതിനകത്ത് എനിക്ക് വേറെ എന്തെങ്കിലും ഒരു വരുമാന ലക്ഷ്യമോ ഒരു റീച്ച് ലക്ഷ്യമോ അങ്ങനെ ഒന്നുമില്ല. എൻ്റെ ഹസ്ബൻഡിന് ജോലിയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഞാൻ എൻ്റെ മാത്രമായിട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് ഈ വരുമാനത്തിൽ വെച്ച് തന്നെ. ഒക്കെ ഒരു വിശ്വാസിയാണ്. അപ്പോൾ ഇക്കായ്ക്ക് കുറച്ച് ഹറാമും ഹലാലും ഒക്കെ കുറച്ച് ചിന്തകളുണ്ട്. അതുകൊണ്ട് വീട്ടിലേക്ക് ഭക്ഷണത്തിനുള്ള മുതൽ ഞാനൊന്നും വാങ്ങാൻ പാടില്ല എന്നൊക്കെ ഒരു സിസ്റ്റമുണ്ട്. അപ്പോൾ നിൻ്റെ പൈസ നീ വേറെ പല രൂപത്തിലും വിനിയോഗിച്ചു, കുഴപ്പമില്ല, വീട്ടിലേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും. അതുകൊണ്ട് ഇക്കായ്ക്ക് യൂസ്ഡ് കാറ്, യൂസ്ഡ് ബൈക്കിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ അങ്ങനെ നല്ല വെൽ കൾച്ചേർഡാണ്, ഫോറിൻ കൺട്രീസിലൊക്കെ നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ യഥാർത്ഥ വിശ്വാസിയാണെന്ന് പറയാൻ പറ്റും? ഇല്ല ഇല്ല ഇല്ല, കപട വിശ്വാസിയാണ്. കാരണം യഥാർത്ഥ വിശ്വാസിക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവരുടെ ഉള്ളിൽ കിടക്കുന്നത് ഇവരെ കാഫിറാണ്, ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ തീർക്കണം എന്നാണല്ലോ. ഇവരൊക്കെ ആധുനിക മുസ്ലിമാണ്. അതായത് ഇവരെങ്ങനെയൊക്കെ ആധുനിക മുസ്ലിമായി മാറുന്നു, അതോടുകൂടി പ്രാകൃത ഇസ്ലാം ഇവരിൽ നിന്നും പോയി പോകുകയാണ്. അപ്പൊ നമ്മുടെ വിസർജനം ചാനലിനകത്ത് ഈ മാലിന്യം വന്നിരുന്നുകൊണ്ട് വിളമ്പിയതൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ധീര വനിതയാണ് കേട്ടോ, ധീര വനിത. അടുത്ത നോബൽ സമ്മാനവോ അല്ലെങ്കിൽ രാജ്യം എന്തെങ്കിലും ബഹുമതി കൊടുത്ത് ആദരിക്കുന്നുണ്ടെങ്കിൽ അത് ലവക്ക് കൊടുക്കണം. അത്രത്തോളം ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണിത് കേട്ടോ. മകനെ അടിച്ചു, കേൾവി ശക്തി പോയി, ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഷോ, എന്തൊക്കെയാ ഈ തള്ളി വിട്ടത്. ഉമ്മായ മറ്റേ പാളയം പള്ളിയിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു പോലും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ മലൻ TVയും വക്താക്കളും ഒക്കെ, അല്ലെങ്കിൽ ഇതിന്റെ താഴെ വന്നിട്ട് കമന്റ് ഇടുന്ന, അല്ലെങ്കിൽ അവളെ ടീച്ചർ എന്ന് വിളിച്ചിട്ട് കമന്റ് ഇടുന്ന സംഖ്യകളൊക്കെ അങ്ങോട്ട് വിശ്വസിക്കും. തലയ്ക്കകത്ത് തലച്ചോറുള്ള ഒരു മനുഷ്യനും ഈ പറയുന്ന ലൗണ്ടോക്കി മോള് പറയുന്നതൊന്നും ആരും വിശ്വസിക്കത്തൊന്നുമില്ല. എന്താണെങ്കിലും മലൻ TVക്ക് എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. വേറെ ഏതെങ്കിലും ചാനലിനകത്ത് വിളിച്ചാൽ ഞാൻ പോകത്തില്ല, വിളിക്കത്തില്ലല്ലോ. വിളിച്ചാൽ അത് മൊത്തം നാറുമല്ലോ. പിന്നെ ആ ദുർഗന്ധം മാറണമെന്നുണ്ടെങ്കിൽ കാലം കുറേ പിടിക്കും. അതുകൊണ്ട് ആരും അത്തരം മണ്ടത്തരങ്ങളൊന്നും ചെന്ന് ചാടത്തില്ല. സാധാരണ കാണുന്നത് ഈ വിസർജനം ചാനലിനകത്തും പിന്നെ നമ്മുടെ അപ്പി ബൈജുവിൻ്റെ സെപ്റ്റി ടാങ്കിലുമാണ് ഈ മുതലിനെ നമ്മൾ കാണാറുള്ളത്. എന്തായാലും പറഞ്ഞതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിന് വല്ല അലിവ് വല്ലതും തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഇതിനുള്ള കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ താത്ത നല്ല അതവും ഗുരുത്വത്തിലേക്കാണ് കേട്ടോ. മതം വിട്ടാലും തട്ടം തലേന്ന് താത്ത മാറ്റൂല. ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ മാത്രം മാറ്റേണ്ടടത്ത് താത്ത അത് കൃത്യമായിട്ട് മാറ്റുകയും ചെയ്യും, നക്കേണ്ടടത്ത് താത്ത നക്കുകയും ചെയ്യും. അപ്പോൾ കമൻറ്റ് അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.